ഇന്നലെ രാത്രി കിടക്കാൻ നല്ല ലേറ്റായി. എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് കിടന്നപ്പോഴത്തേന് ഒത്തിരി നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. സമയം ഒരു 8 മണി 8:15 ആയിട്ടുണ്ട് കേട്ടോ. സ്വന്തം വീട്ടിൽ വരുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, ഒത്തിരി നേരം വൈകിട്ടല്ലേ എണീക്കല്ലേ. അപ്പോൾ ഒത്തിരി നേരം വൈകിട്ടുണ്ട് എണീറ്റ്. അപ്പോൾ എണീറ്റ് പാടെ മുറ്റത്തോട്ടായിട്ട് ഇറങ്ങി. രാത്രി ആയതുകൊണ്ട് അങ്ങനെ മുറ്റത്തേക്കൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ കുറേ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അച്ഛന്. ഇപ്പോഴാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒത്തിരി മരങ്ങളുണ്ട്, അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. കുറേ ചെടികൾ പോയിട്ടുണ്ട്, കുറേ ചെടികൾ പുതുതായിട്ട് നട്ട് വളർത്തിയിട്ടുണ്ട്. തോട്ടിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, പാടത്തെ കൊമ്പൊക്കെ പുതിയത് കുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ മാറ്റങ്ങൾ. അങ്ങനെ ഒത്തിരി നാളൊന്നും ആയിട്ടില്ല വീട്ടിൽ നിന്ന് പോയിട്ട്, ആകെ 2.5 മാസമായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എന്നോ പോയ പോലെ കുറേ മാറ്റങ്ങളുണ്ട് വീട്ടിലോട്ട് വന്നപ്പോൾ. സിത്തോട്ടും പിന്നെ രാവിലെ എണീറ്റപ്പോഴേ അച്ഛൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്, പാടത്തിൻ്റെ വക്കിലാണ് വീട്. അപ്പോൾ ഇനിയും പണികളൊക്കെ തീരാനുണ്ട്. വീടിൻ്റെ കുറച്ച് പണികൾ മാത്രമേ തീർന്നിട്ടുള്ളൂ. പതിയെ ഇനി അങ്ങനെ തീർക്കണം. ഈ കതിർക്കൊല അമ്മയുടെ വീട്ടിൽ കൊയ്ത്തിന് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അമ്മ തന്നെ ഉണ്ടാക്കിയ കതിർക്കൊലയാണ് കേട്ടോ ഇത്. അമ്മയ്ക്ക് ഇങ്ങനെ കതിർക്കൊലൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം. പിന്നെ പ്ലാവൊക്കെ ചക്ക പൊട്ടിയിട്ടുണ്ടായിരുന്നു. ചക്ക പൊട്ടെന്ന് പറഞ്ഞാൽ ഇതേപോലെ കായ്ക്കാന്നൊക്കെ പറയില്ലേ, അതിനാണ്ട് ചക്ക പൊട്ടെന്ന് പറയാം. പിന്നെ അമ്മേൻ്റെ അല്ലറ ചില്ലറ ചെറിയ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു, കടുക്, തക്കാളി അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഉള്ളിത്തൈയാണ്. ഉള്ളിൻ്റെ ഇങ്ങനെ തണ്ട് അമ്മ വറവിടാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അതിന് വേണ്ടി കുഴിച്ചിട്ടേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട്. ഞാനിവിടുന്ന് പോകുമ്പോൾ ചെറിയൊരു തൈയായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം മുളകൊക്കെ പൊട്ടി വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ തൈ ഞാൻ അമ്മയ്ക്ക് കൊടുത്തതാണ് കേട്ടോ, ഇവിടെ മലപ്പുറത്ത് നിന്ന്. ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ എനിക്ക് ഷിബിയേട്ടന് ഇങ്ങനെ വാങ്ങിച്ച് തന്നിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ അതിൻ്റെ സീഡ് കുഴിച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടായ തൈന്ന് ഒരു തൈ ഞാൻ അമ്മയ്ക്ക് കൊടുത്തതാണ്. ഇതാണ് എൻ്റെ പഴയ വീട് കേട്ടോ. ഞങ്ങൾ ഓടിട്ട വീടാണിത്. ഇത് പകുതിയോളം പൊളിച്ചിട്ടാണ് ഞങ്ങൾ പുതിയ വീട് പണി തുടങ്ങിയത്. ഇനി അത് കുറച്ചും കൂടെ പൊളിച്ച് മാറ്റാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അടുക്കള പണിയൊക്കെ അമ്മയും ചേച്ചിയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ തട്ടകത്തിൽ ഇന്ന് ഉത്സവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചിമാരും ഞാനൊക്കെ വീട്ടിലേക്ക് വന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അമ്മയുടെ വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ ഏട്ടന്മാർ ചേച്ചിമാർ ഇനി 2 പേരും കൂടെ വരാനുണ്ട്. ലൈറ്റായിട്ട് കിടന്നത് കൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എല്ലാവരും എണീറ്റത്. അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഉത്സവമായതുകൊണ്ട് തന്നെ. പക്ഷെ എന്താ സമയം ഇപ്പോൾ 9-9:30 ആയിട്ടുണ്ട്. ഇനി ബ്രഷിങ്ങും കുട്ടീൻ്റെ ബ്രഷിങ്ങും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയോട്ട് കയറാൻ. അപ്പോൾ സീത്തോട്ട രാവിലെ തന്നെ ബ്രഷ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് പിന്നെ ആരെങ്കിലുമൊക്കെ കളിക്കാനുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ബ്രഷിങ്ങും ചായ കുടിക്കലും ഒക്കെ അവിടെ കഴിഞ്ഞു പോകും കേട്ടോ. അവൻ്റെ ബ്രഷിങ്ങും ചായ കുടിക്കലൊക്കെ അവൻ തന്നെ തനിയെ ചെയ്യും. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ചായ കുടിക്കാനൊരു ചെറിയ മടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൊണ്ട് നടന്ന് കൊടുക്കണം. ബ്രഷ് ചെയ്യലൊക്കെ പിന്നെ അവൻ തനിയെ ചെയ്യും. രാവിലെ തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറിന് അരിയിടുക. അപ്പോൾ അമ്മ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ഇനി ഞാൻ അരിയിടും, ഇനി ആരെങ്കിലൊക്കെ ഊറ്റും. ആരോ വെള്ളം വെക്കുന്നു, ആരോ അരിയിടുന്നു, ആരോ ഊറ്റുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനിയുള്ള പണികളൊക്കെ കേട്ടോ. വീട്ടിലാകുമ്പോൾ ഒത്തിരി പേരുള്ളത് കൊണ്ട് നമ്മളങ്ങനെ ഭാരം അറിയില്ല പണിയുടെ. ഓരോരുത്തർ ഓരോന്നായി ചെയ്യുന്നത് കൊണ്ട് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അടുക്കള പണിയിലൊന്നും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നുണ്ടല്ലോ, ഈ ഒരു ബ്ലാക്ക് മാലമുത്തും പോലെ ഇങ്ങനെ കാണുന്നത്, ഇതാണ് മുള്ളിൽ കേട്ടോ. അപ്പോൾ അമ്മ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വൈദ്യശാലയിലൊക്കെ കൊണ്ടു കൊടുക്കാനാട്ടോ ഈ പെറുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ മെഡിസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇതിനൊരു കുത്തുന്ന മണമുണ്ട്, പക്ഷേ ബാഡ് സ്മെല്ലല്ല കേട്ടോ. ഒരു മെഡിസിൻ്റെ ഒക്കെ ഒരു പച്ചമരുന്നിനൊക്കെ ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. കുന്നിക്കുരുവിൻ്റെ ഒക്കെ പോലെ മുത്തുമാലിൻ്റെ മുത്ത് പോലെ നല്ല ഭംഗിയാണ് കാണാൻ. അത്യാവശ്യം നല്ല ഹാർഡായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പഴയൊരു ചട്ടയിൽ ഇങ്ങനെ പെറുക്കി വെച്ചേക്കാണ്. ഇനി ഒത്തിരി ഉണ്ട് നിലത്തൊക്കെ വീണ് കിടക്കുന്നു. ഇതുപോലെ ഒത്തിരി കൊലകളായിട്ടാട്ടോ അതുണ്ടാവുക. ഇതിനകത്താണ് ആ ബ്ലാക്ക് മാലമുത്ത് പോലെ ഇങ്ങനെ കാണുന്നത് കേട്ടോ, കുന്നിക്കുരുവിൻ്റെ ഒക്കെ പോലെ ഉള്ളത്. ഇത് അതിനകത്തുനിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ 1-2 ഈ 2 കേട്ടോ. അത് പക്ഷെ ആയിട്ടുണ്ടാവില്ല, അതാണ് പൊട്ടിപ്പോവാത്തത്. ഇതാണ് അതിൻ്റെ മരം കേട്ടോ. അത്യാവശ്യം നല്ല ഉയരമുണ്ട്. അതിൽ മൊത്തം ഈ മുള്ളിലം പറഞ്ഞ കായാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ മൊത്തം ഉള്ളത്
ഈ മരത്തിന്മേൽ അത്യാവശ്യം നല്ല കട്ടിയിലും വലുപ്പത്തിലുള്ള മുള്ളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ ഈ മുള്ള് ചെത്തിയിട്ട് കൊണ്ടുവരായിരുന്നു ശാസ്ത്രമേളൊക്കെ ഉണ്ടാവുമ്പോൾ. എന്തിനറിയോ, ഇത് നല്ല ഒരതി ഷേപ്പൊക്കെ മാറ്റി ലോക്കറ്റ് പോലെ ആക്കും കേട്ടോ. പല രൂപങ്ങളാക്കാം. അതേപോലെ തന്നെ സ്പെല്ലിങ്ങും ആക്കിയിട്ട് നല്ല ക്രാഫ്റ്റ് വർക്കിനൊക്കെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ. പിന്നെ ഇതാണ് പൊട്ടക്കാള. നിങ്ങളെന്താന്ന് പറയാറില്ല കേട്ടോ. അപ്പൂപ്പന്താടിയൊക്കെ ഉണ്ട് അവിടെ, മരമില്ലേ, അതിൻ്റെ കായാണ് കേട്ടോ ഇത്. ഇതിനകത്താണ് പൊട്ടക്കാളേൻ്റെ കുരുള്ളത്. ഇത് നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ചുട്ടിട്ടൊക്കെ കഴിച്ചിരുന്നുണ്ട്. പച്ചയ്ക്കും കഴിക്കുക, പക്ഷെ ചിലർ വൊമിറ്റ് എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളൊക്കെ ചുട്ടിട്ടൊക്കെയാണ് കഴിച്ചിരുന്നത്. പച്ചയ്ക്കും കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ കഴിക്കാറില്ല കേട്ടോ. ഇപ്പോൾ എന്തോ കഴിക്കാനൊക്കെ ഒരു പേടി. പണ്ടൊക്കെ ഒത്തിരി കഴിച്ചിരുന്നു. പിന്നെ ഇത് ഞങ്ങളെ ചെറുപ്പത്തിൽ ചെരാതൊക്കെ ആക്കിയിട്ടൊക്കെ കളിക്കാനൊക്കെ യൂസ് ചെയ്തിരുന്നു. അതേപോലെ വെച്ച് കളിക്കുമ്പോൾ ചോറും കറിയൊക്കെ ഓരോ പാത്രത്തിലാക്കി വെക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതേപോലെയുള്ള ഈ പാത്രങ്ങളല്ല, ഈ കായൻ്റെ ഈ തോടാട്ടോ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും ഇവിടെ ചേച്ചീൻ്റെ കുട്ടികളൊക്കെ വെച്ച് കളിക്കുമ്പോൾ അവർ ഈ എന്താ പറയുക, തോടെടുക്കാറ് കേട്ടോ. ഈ പുറം തോടെടുക്കാറുണ്ട്. അതിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കും, ഓരോ പൊടികളിട്ട് വെക്കും, ഓരോ കറികളാണെന്ന് പറഞ്ഞിട്ട് ഓരോന്നിൽ വിളമ്പി വെക്കും. പിന്നെ മുള്ളിലത്തിൻ്റെയും ഇതിൻ്റെ കായയ്ക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. മുള്ളിലത്തിൻ്റെ കായാണ് നല്ല ഉരുണ്ടിട്ട് ചെറുതായിട്ട് കുഞ്ഞിക്കുരുൻ്റെ അത്ര വലിപ്പമുള്ളൂ. ഈ പൊട്ടക്കാളേൻ്റെ കായ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. രണ്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. രണ്ട് മരം ഒരുമിച്ചാണ്, അതുകൊണ്ട് നിലത്ത് രണ്ടും ഒരുമിച്ച് വീണ് കിടക്കട്ടെ. പക്ഷെ നമുക്കിത് കണ്ട വേഗം തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ ഈ തോടുണ്ടല്ലോ, പുറം തോട് നല്ല ഹാർഡാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരു രോമം പോലെ അതിൻ്റെ പുറത്തൊക്കെ ഉണ്ടാവും. ചെറിയ മുള്ളല്ല, ഒരുതരം രോമം അതിൻ്റെ പുറത്തുണ്ടാവും. അതിന് കയ്യിലായാൽ നമുക്കൊന്ന് ഒമ്മയും ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന് ആ രോമം ഉണ്ടാവില്ല. ആ ഒരു വെള്ളപ്പൊടി പോലെ നമ്മൾ നല്ല മൂത്ത കുമ്പളൻ്റെ പുറത്തൊക്കെ ഉണ്ടാവില്ല ഒരു കുത്തുന്ന രോമം, അതേപോലെ ഇതിൻ്റെ പുറത്തുമുണ്ട്. അപ്പോൾ അത് കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ഒമച്ചിലുണ്ടാവും. പക്ഷെ നല്ല ഉണങ്ങി കഴിഞ്ഞാൽ ആ രോമം കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ താറാവും കൂടെ. താറാവിനെ വിടുന്ന പണിയൊക്കെ കുട്ടികൾക്കാണ്. അപ്പോൾ സിത്തൂട്ടനാണ് മെയിനായിട്ട്. അവനക്ക് ഈ താറാവ് കോഴിനെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ പണിയാണ് ഇതൊക്കെ രാവിലത്തെ. ഞാനൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോഴേ കുറേ ഇലകളൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് തരുമായിരുന്നു. മേലെ നീര് പോവാനും പിന്നെ ശരീരത്തിന് എന്തൊക്കെ ഗുണത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വെള്ളം തിളപ്പിച്ച് തരുന്ന ഇലയാണ് കേട്ടോ. ഇതിനെന്താ വാദംകൊല്ലി എന്നാ പറയുക. അപ്പോൾ ഇതിൻ്റെ ഇല എടുത്തിട്ടാണ് നമുക്ക് വെള്ളം തിളപ്പിച്ച് തരിക കേട്ടോ. അപ്പോൾ ചെറുപ്പം മുതലേ ഇത് വീട്ടിലുണ്ട് കേട്ടോ. ഈ മരം ആ ഒരു കൊമ്പ് വെട്ടി കളയാറില്ല. നമ്മൾ മേലുവേദന കൈവേദന ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വെള്ളം ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ രാവിലെ തന്നെ കുട്ടികൾ കളിയൊക്കെ തുടങ്ങിയിരുന്നു സിത്തൂട്ടന്. അവന് ഇങ്ങനത്തെ കളിയൊക്കെ നല്ല ഇഷ്ടമാണ്. പാളിയിലിരിക്കുക, ഇവരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വലിച്ച് നടക്കും. ഇനി ആരും ഇല്ലെങ്കിൽ ഞാനങ്ങനെ വലിച്ച് നടക്കും കേട്ടോ. പിന്നെ രാവിലെ ചായ കുടിച്ചു, ദോശയും ഉള്ളിക്കറിയായിരുന്നു. പിന്നെ കുട്ടികളെ കുളിപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെ കുളിപ്പിക്കൽ കഴിഞ്ഞു. പിന്നെ എങ്ങോട്ട് പോവുകയാണെങ്കിലും കുറച്ച് ഹോം റെമഡീസ് കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ജലദോഷം വരാതിരിക്കാൻ വെള്ളം മാറി കുളിക്കുമ്പോൾ ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് രാവിലെ തന്നെ രാസ്നാദിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ കുളിയെല്ലാതും കഴിഞ്ഞാണ് അടുക്കളയിൽ കയറാറ്, ഭക്ഷണം കഴിക്കാറൊക്കെ. പക്ഷെ സ്വന്തം വീട്ടിൽ വന്നൊക്കെ തല തിരിച്ചാണ്. ഭക്ഷണം കഴിക്കലൊക്കെ ആദ്യമേ കഴിക്കും, എന്നിട്ടാണ് കുളി അലക്കലൊക്കെ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളിക്കാൻ നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ അതിന് മുന്നേ അലക്കുകയാണ്. അലക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. കുളിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാൻ. പിന്നെ തുണി തോരിടാനൊക്കെ ഉണ്ട്. ടെറസിന് മുകളിൽ പോയപ്പോഴാണ് ഇവിടുത്തെ അയലൊക്കെ മുറിച്ച് മാറ്റിയെന്ന് അറിഞ്ഞത്. മരങ്ങളൊക്കെ മുറിച്ചപ്പോൾ അയലൊക്കെ പോയിട്ടുണ്ട്. ഈ തിരിച്ച് തുണികളോട്ട് ഇനി താഴേക്ക് പോകണല്ലോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ് ഞാൻ. അവിടുന്ന് ഇതാ കുത്തിപ്പൊക്കി മുകളിലോട്ട് വന്നപ്പോൾ മുകളിൽ അയലും ഇല്ല. ഇനി താഴോട്ട് തന്നെ പോകണം. ഇതാണ് കേട്ടോ മട്ടിയുടെ ഇല. ഞാൻ ഈ മലപ്പുറത്ത് വന്നതിന് ശേഷം മട്ടീൻ്റെ മരം കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ കാണാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങളുടെ നാട്ടിലിവിടെ എല്ലാ വീട്ടുകളിലും ഓരോ മട്ടി തൈയെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മട്ടീൻ്റെ മുകളിലാണ് മട്ടിപ്പുഴു എന്ന് പറയും, ചെറിയ പുഴു അതുണ്ടാവും. അപ്പോൾ അതിൻ്റെ സീഡാണ് കേട്ടോ അത്. അതിൽ ഒരു ഇല പോലെ തന്നെയാണ് സീഡ്. കുറേ ഉണങ്ങി നിൽക്കും. അതുകൊണ്ട് അതിൽ നിന്നാണ്
ഈ പുഴുക്കൾ ഇങ്ങനെ തൂങ്ങിയിറങ്ങും. റോട്ടിൽ കൂടെ ഒക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ തരുമ്പോൾ നിറയെ തൂങ്ങിയിറങ്ങിയിട്ട് മേലൊന്ന് തട്ടുമ്പോൾ നല്ല ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ പോയപ്പോഴാണ് കണ്ടത്. അമ്മയ്ക്ക് കയ്യോട്ട് വയ്യാത്തത് കൊണ്ട് അമ്മ കുറേ നാളെ ടെറസിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട്, അപ്പോൾ അമ്മൻ്റെ ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. ചെടികളിലൊക്കെ അമ്മ ഓരോ കവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് അമ്മ അതിൽ വെള്ളം നിറച്ചിട്ട് കുഞ്ഞൊരു ഈർക്കൽ കൊണ്ടൊരു ഹോളിട്ട് കൊടുത്തേക്കാണ്. ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ തിരിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഇങ്ങനെ ടെറസിന് മുകളിൽ കയറണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തേക്കുന്നു. പക്ഷേ അലോവേരൻ്റെ തൈയിലൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പച്ച പോയിട്ട് മഞ്ഞൊക്കെ ആവൽ തുടങ്ങിയിട്ടുണ്ട്, പഴുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ വെള്ളം നിറച്ച് വെച്ചേക്കാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറാൻ വയ്യാത്തതും കൊണ്ട് ഒരുവിധം ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. ചിലതൊക്കെ വാടി നിൽക്കുകയാണ്. ഏതായാലും തുണി തോരിടാനാണ് മുകളിലേക്ക് കയറിയത്. അപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. ഇനി തുണി അവിടെ കിടക്കട്ടെ, ഇതൊക്കെ താഴോട്ടെടുത്ത് കൊണ്ടുപോകണം. അതിനിടയിൽ വേറൊരു സംഭവം കൂടെ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. വീട് പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഓടൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് താഴേക്ക്. മുകളിൽ നിന്ന് റൂമിലേക്കൊക്കെ നോക്കിയപ്പോഴാണ് റൂമിൽ പണ്ട് ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഇങ്ങനെ മാഞ്ഞു പോവാതെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ ടെറസിന് മുകളിൽ നോക്കുമ്പോൾ നന്നായിട്ടൊന്നും കാണില്ല. അതിനകത്തോട്ട് പോയാലേ കാണുള്ളൂ. പക്ഷേ അകത്തോട്ട് പോകുന്നത് ടാസ്ക്കാണ്. കാരണം കഴുക്കോലൊക്കെ നല്ല ഇളകിയിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴാണെങ്കിൽ തലയിൽ കൂടെ വീഴാം. ഞങ്ങളുടെ വീട് പൊളിച്ചപ്പോൾ ഈ 2 റൂമുകളിലായിട്ടാണ് ഞാനും അച്ഛനും ചേച്ചിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. വാടകയ്ക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പകുതി 2 റൂം മാത്രം നിർത്തിയിട്ട് അന്ന് വീട് പൊളിച്ച് പുതിയ വീട് പണിതത്. ഈ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ പുതിയ വീട് വെച്ചത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നന്നായിട്ട് ചാരിയിട്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി തിരുമ്പിക്കുളിയൊക്കെ ഒന്നും ആയിട്ടില്ല. ഇനി അലക്കലൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുറച്ചും കൂടെ അലക്കാനുണ്ട്, തോരിടാനുണ്ട്, കുളിക്കാനുണ്ട്. സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉത്സവമാണ്. വീട്ടിൽ ഒത്തിരി വിരുന്നുകാരൊക്കെ വരാനുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ ഒത്തിരി പണികളുണ്ട് ഇനി. കുറച്ച് മുന്നേ ഞാൻ മട്ടീൻ്റെ സീഡ് കാണിച്ചു തന്നില്ലേ, ആ മട്ടീൻ്റെ ഉണങ്ങിയ സീഡുകളാണ് കേട്ടത്. ഇനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇതും മുളച്ച് പൊന്തും കേട്ടോ. അതേപോലെ കാറ്റടിച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കറങ്ങിയിട്ടാണ് താഴേക്ക് വീഴുക. പമ്പരം പോലെ നല്ല രസമാണ് കേട്ടോ കാണാൻ. താഴെ കുട്ടികളൊക്കെ ഒന്നും ആയിട്ടില്ല. അപ്പം ഇനി ചെടികളൊക്കെ താഴോട്ട് തന്നെ ഇറക്കി വെക്കണം. കാരണം താഴത്താവുമ്പോൾ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മയ്ക്ക് അച്ഛനെ നനച്ചു കൊടുക്കാമല്ലോ. മുകളിലോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ കവറിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കണേ. അപ്പം ഇനി താഴെ ആകുമ്പോൾ അമ്മ നോക്കിക്കോളും. അമ്മയ്ക്ക് താഴേക്ക് ഇറക്കി വയ്ക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇത് ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത്. അമ്മേൻ്റെ കയ്യിന് ഫ്രാക്ചറായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കയ്യിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അമ്മ മേലേക്കൊന്നും കയറി വരാത്തത്. ഇതിനകത്തെ കവറുകളൊക്കെ എടുത്ത് മാറ്റാല്ലേ. ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഡെയിലി അമ്മ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തോളും. അപ്പോൾ താഴോട്ട് വെച്ച് കൊടുത്തല്ലോ ചെടി. ഇനി ചെടി അമ്മ നന്നായിട്ട് നോക്കിക്കോളും. ഇതിനിടയിൽ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മമ്മ പിന്നെ ഒരുപാട് സാധനങ്ങളോട്ടായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് അമ്മമ്മേൻ്റെ കവർ നോക്കാനായിരിക്കും. അപ്പോൾ അമ്മമ്മ അവിടുത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നെൽക്കതിർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ നെൽക്കതിർ അമ്മയ്ക്ക് ഇനി കതിർക്കോല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ കൊടുക്കുക. അമ്മ ഇനി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് കതിർക്കോല ഉണ്ടാക്കും. പിന്നെ ഒത്തിരി കണ്ണിമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കണ്ണിമാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനൊന്നും ഇത് ഉണ്ടാവില്ല. അതിന് മുന്നേ ഞങ്ങളിത് കഴിച്ച് തീർന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുക്കളപ്പണി തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ പാത്രമൊക്കെ സെറ്റ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി പണിയൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട് അടുക്കളയിൽ. അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും അമ്മമ്മയും കുട്ടികളും ഉണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നതിന് മുമ്പേ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ.
ഇതിൻ്റെ ചെറിയ ചേച്ചിയാട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ ഉപ്പേരി ചോറൊക്കെ വെക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വെറും ചോറും സാമ്പാറും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 30 ആൾക്കുള്ള ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നെയ്ച്ചോറ്. അപ്പോൾ അതിനുള്ള അരി അളന്ന് വെക്കുകയാണ് ഞാൻ. ഇനി കുറച്ചൊരു 10-15 മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വെക്കും കേട്ടോ. അതിന് ശേഷമേ ഉള്ളൂ ഇത് ഉണ്ടാക്കുക. അപ്പോൾ അതിന് മുന്നേ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കും. അരി ഇടാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കും കേട്ടോ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഓണായാലും വിഷു ആയാലും പൂരായാലൊക്കെ അടുക്കളയിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അച്ഛനും അമ്മയും കുട്ടികളും ഞാനും ഏട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ ആരും ഹസ്ബൻഡൊന്നും ഇല്ല കേട്ടോ. ശരിയാട്ടോ, അവിടെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എത്തണേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അടുക്കളയിൽ. ഇനി രാത്രിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോഴാണ് ഗ്രില്ലിങ്ങും ചുടലും പൊരിക്കലും വറക്കലൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റൗട്ടനും ഏട്ടനത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പട്ട, ഗ്രാമ്പൂ, നെയ്യൊക്കെ കടയിൽ മറന്നു വെച്ചു. ഒത്തിരി സാധനങ്ങളുള്ളത് കൊണ്ട് അതവിടെ എങ്ങനെയോ മറന്നു വെച്ച് പോയി, എടുക്കാൻ മറന്നു. അപ്പോൾ അവരെ കാത്തു നിൽക്കുകയാണ്. കുറച്ച് സമയമായി പോയിട്ട്. അപ്പോൾ ഞാൻ റോട്ടിലേക്ക് കയറി നിൽക്കുകയാണ് കേട്ടോ. സിത്തൂട്ട വീണ്ടും ഏട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടി കരയാണ്. സമയം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങണുള്ളൂ. ഇത് ഞങ്ങളുടെ പുറത്തെ അടുപ്പാണ് കേട്ടോ, ഓപ്പണാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കാനും ഫുഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു കിച്ചണും പുറത്തുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അകത്തധികം പൊടിയും ചളിയും കരിയൊന്നും ആവണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പുറത്തൊരു സൗകര്യം അച്ഛൻ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പണിയെടുക്കുമ്പോഴും ഹെൽപ്പ് ചെയ്യാനും എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. പുറത്താണെങ്കിൽ വേറൊന്നും വേണ്ട, ഹെൽപ്പ് ചെയ്യൊന്നും വേണ്ട, പക്ഷെ സംസാരിച്ചിരിക്കാൻ തന്നെ ഒത്തിരി പേരുണ്ടാവും നമ്മൾ അടുക്കള പണിയെടുക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവില്ല, ബോറടിക്കില്ല. വിശേഷ ദിവസങ്ങളിലൊക്കെ ഫുഡ് ഉണ്ടാക്കാറ് ഞാനും എൻ്റെ ചേച്ചി തന്നെയാണ് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം അവൾ എത്തിയിട്ടില്ല. രണ്ടാമത്തെ ചേച്ചിയാണ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ കൂടെ ഉണ്ടാവാറ്. അവളുടെ കൂടെ ഞാനും എൻ്റെ കൂടെ അവളും. അപ്പോൾ അവൾ എത്തിയിട്ടില്ല. പക്ഷെ അവൾ എത്തുമ്പോഴത്തേനും ഒത്തിരി നേരമാവും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഓരോന്നും ഉണ്ടാക്കി തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാടാവുമല്ലോ, ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എത്താൻ നേരം വൈകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ ഉണ്ട്.
ചോറ് അവിടെ കിടന്നാവുമ്പോഴത്തേനും നമുക്ക് കറിക്ക് അരിയാന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഞാനും ചേച്ചി. അപ്പം അതിൻ്റെ ഇടയിലാണ് തിറ വന്ന സൗണ്ട് കേട്ടത്. അപ്പം നേരെ തിറക്കളി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. തിറ എന്ന് പറയുന്നത് നമ്മുടെ ഈ പാലക്കാട് ജില്ല അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. തൃശ്ശൂരുണ്ട് തോന്നുന്നു. പക്ഷേ മറ്റ് ജില്ലകളിലൊന്നും ഞാനങ്ങനെ മലപ്പുറം ഭാഗത്തേക്കൊന്നും തിറ കണ്ടിട്ടില്ല കേട്ടോ. ഒന്ന് രണ്ട് അമ്പലത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ പൂതൻ പൂതൻ തിറ ഒക്കെ ഈ ഭാഗത്താണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. വെളിച്ചപ്പാട് പിന്നെ എല്ലാ അമ്പലങ്ങളിലും എല്ലാ ഭാഗത്തും ഉണ്ടാവില്ലല്ലേ. അപ്പം ഇനി നമുക്ക് തിറക്കളി കാണാം കേട്ടോ കുറച്ച് സമയം. പേടിയാ. നമ്മൾ വഴിപാടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വീടുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ തിറ. പക്ഷേ ഇവർ തീയന്മാരെ വീട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വരിക. അപ്പോൾ തിറ കളിയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് ചോറായിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നേരം വൈകിയിരുന്നെങ്കിൽ അടി പിടിച്ച് കോളായേനെ കേട്ടോ. അപ്പോൾ ഫുഡ് ആയിട്ടുണ്ട്. ഇനി റൈസ് ദം ചെയ്യാൻ വയ്ക്കുക. പിന്നെ അടുത്ത പണി തൊട്ടടുത്ത അടുപ്പിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പം അതിന് മുന്നേ ചേച്ചി വരുന്നൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോഴേക്കും ഓള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കറി ഉണ്ടാക്കാൻ കൂടെ അവളും കൂടെ ഉണ്ടാവും എന്നുള്ള സമാധാനത്തിലാണ് ഞാൻ. കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ട് ഈ ഭാഗത്തോട്ട്. പിന്നെ കുറച്ച് നല്ല ഹൈറ്റിലാണ് അടുപ്പൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് പണിയെടുത്ത് വരുമ്പോഴത്തേന് കൈയൊക്കെ നന്നായിട്ട് കഴക്കും കേട്ടോ, വേദന വരുവേ. അപ്പം ഇനി ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കണ പരിപാടിയാണ്. അപ്പോഴത്തേനും അവളെ ഡ്രസ്സൊക്കെ മാറി വരട്ടെ. അങ്ങനെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുക്കളത്തെ പണിയൊക്കെ അവൾക്ക്. ഇനി നമ്മൾ ആയുധങ്ങളൊക്കെ കൈമാറി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഇട്ടെറിഞ്ഞ് പോകുന്നില്ല കേട്ടോ. ബാക്കി പണിയിലൊക്കെ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവളിനങ്ങനെ ഒറ്റക്കാക്കാൻ പറ്റൂലല്ലോ. ഇനി എല്ലാവരും കൂടെ തന്നെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെ ഒക്കെ ഇട്ടു. ഇനി കറി ഉണ്ടാക്കുന്ന ജോലി ഓൾക്കാണ്. കൂടെ ഞാനുണ്ട് കേട്ടോ, പോയില്ലേ.
അടുക്കളപ്പണിക്ക് ഏകദേശം തീർന്നു. മുഖമൊക്കെ നല്ല വെയിലും പുകയൊക്കെ അടിച്ചിട്ട് ഏനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊറ്റയ്ക്കല്ല, ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഫാമിലിക്ക് വരുമ്പോൾ ഒരു ഫേസ് മാസ്ക് കൊണ്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും ആവില്ല. അതൊക്കെ അപ്പം തന്നെ തീരും ഞങ്ങളെല്ലാവരും ഇവിടെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ഞാൻ മലപ്പുറത്തുനിന്ന് വന്ന് അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന മാതോളി നാരങ്ങയാണ് ഇട്ടത്. 8 10 കൊണ്ടുവന്നാലും ഇവിടെ അപ്പം തന്നെ തീരും. അത്രയ്ക്കും ചിലവാണ് കേട്ടോ. വീട്ടിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മാതോളി നാരങ്ങ. അപ്പോൾ കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇത് വരുമ്പോഴൊക്കെ ദമ്മ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഫുഡൊക്കെ കൊടുക്കൽ തുടങ്ങുകയാണ് കേട്ടോ നമ്മൾ. ആദ്യം തന്നെ കുട്ടികൾക്കാട്ടോ ഫുഡ് കൊടുക്കുന്നത്. അതിന് മുന്നേ നമ്മൾ കുറച്ച് ദൈവങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും കേട്ടോ. കാരണവന്മാർക്ക് മരിച്ചു പോയവർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫുഡ് മാറ്റി വെക്കുകയും അതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും ഇരിക്കും കേട്ടോ. ഇനി ഒരു ചേച്ചിയും കൂടെ വരാനുണ്ട്, അമ്മയുടെ വീട്ടിൽ നിന്ന് വരാനുണ്ട്, പിന്നെ ഏട്ടന്മാർ വരാനുണ്ട്, കുറച്ച് ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ എത്തുമ്പോഴത്തേനും ലേറ്റാവും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ മാറ്റുക, അത്രേ ഉള്ളൂ പണി. മറ്റേത് അവരും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വന്ന് അവർക്ക് ഫുഡ് കൊടുത്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴത്തേന് ഒത്തിരി നേരം വഴുകും. അപ്പോൾ വേഗം വേഗം പണികളൊക്കെ തീർക്കാണ് കേട്ടോ. ഇത് ഞാൻ ചെറുപ്പത്തിൽ അമ്മൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൾബറീൻ്റെ മരത്തിലുണ്ടായ മൾബറിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എനിക്ക് കൊണ്ടു തരികയാണ്. നീ അന്ന് കുഴിച്ചിട്ട് മൾബറീൻ്റെ മരത്തുമ്മേ 2 കായ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞ് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അച്ഛൻ ഫുഡ് കഴിക്കായിരുന്നു, ഞാനിരുന്നു. അപ്പോൾ ചേച്ചിമാർ എനിക്ക് വിളമ്പി തരികയാണ്. ഇനി ചേച്ചിമാരിരിക്കും കേട്ടോ. അമ്മ എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഇനി വരുന്നവർക്ക് നമ്മൾ അങ്ങനെ ഫുഡ് വിളമ്പി കൊടുക്കുക, അങ്ങനെ പ്ലാനിലാട്ടോ ഞങ്ങൾ രണ്ടാമത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് തറവാട്ടിൽ നിന്നൊരു കോള് വന്നത്. അച്ഛൻ്റെ അമ്മായി ഡെത്തായി എന്ന് പറഞ്ഞിട്ട്. കുറച്ച് പ്രായമുണ്ട് അമ്മായിക്ക്. അപ്പോൾ അവർ ഡെത്തായി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നേരെ ഞങ്ങൾ തറവാട്ടിലേക്ക് ഇനി പോവുകയാണ്. അത് കേട്ട ബാധിയെ അച്ഛനും അമ്മയും അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും വല്യമ്മയും ഏട്ടന്മാരൊക്കെ അങ്ങോട്ട് പോയി. അതിന് ശേഷം നമ്മൾ അമ്മയുടെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു ഡെത്ത് ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഉത്സവത്തിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ.